പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഉപ്പായിരുന്നു അയാൾ കച്ചവടം ചെയ്തിരുന്നത്. അയാൾക്കൊരു മടിയനായ കഴുതയുണ്ടായിരുന്നു. എല്ലാ ദിവസവും കടൽക്കരയിൽ നിന്നും ഉപ്പ് ചാക്കുകളിലാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് അയാൾ വ്യാപാരം നടത്തിയിരുന്നത്. ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയ പുഴ കടക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം ഉപ്പ് ചാക്കും ചുമന്ന് പുഴ കടക്കുമ്പോൾ കഴുതയുടെ കാൽ തെറ്റി അതറിയാതെ വെള്ളത്തിൽ വീണു. ഉപ്പിന്റെ പാതിയിലധികം വെള്ളത്തിൽ ഒലിച്ചുപോയി. വെള്ളത്തിൽ നിന്നും കരകയറിയപ്പോൾ ചാക്കിന്റെ ഭാരം പകുതിയിലധികം കുറഞ്ഞതായി കഴുതയ്ക്ക് മനസ്സിലായി. കഴുത ഒരു സൂത്രം ഒപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പുഴ കടക്കുന്നതിനിടയിൽ കാൽ തെറ്റുന്നതായി അഭിനയിച്ച് കഴുത വെള്ളത്തിൽ വീണു. പകുതിയിലധികം ഉപ്പും സ്ഥിരമായി വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതുകൊണ്ട് വ്യാപാരിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. കഴുതയുടെ തന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയ വ്യാപാരിക്ക് നന്നായി ദേഷ്യം വന്നു. കഴുതയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. പിറ്റേന്ന് അയാൾ കഴുതയുടെ പുറത്തേറ്റിയ ചാക്കുകളിൽ ഉപ്പിനു പകരം പഞ്ഞിക്കെട്ടുകൾ നിറച്ചു. പതിവ് പോലെ പുഴക്കരയിലെത്തിയപ്പോൾ കഴുത കാൽ തെറ്റി വെള്ളത്തിലേക്ക് വീഴുന്നതായി അഭിനയിച്ചു. പക്ഷേ ഇത്തവണ ചാക്കുകളിൽ ഉണ്ടായിരുന്നത് പഞ്ഞിക്കെട്ടുകളായിരുന്നതിനാൽ അവ പുഴയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തു. വെള്ളത്തിൽ നിന്നും കരകയറിയപ്പോൾ ചാക്കുകളുടെ ഭാരം 10 മടങ്ങ് വർദ്ധിച്ചുവെന്ന് കഴുതയ്ക്ക് മനസ്സിലായി. അന്ന് അത്രയും ഭാരവും ചുമന്നുകൊണ്ട് കഴുത വളരെ ദൂരം നടക്കേണ്ടി വന്നു. മടിയനായ കഴുത അതോടെ ഒരു പാഠം പഠിച്ചു. പിന്നീട് ഒരിക്കലും അവൻ പുഴ കടക്കുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീഴുന്നതായി അഭിനയിച്ചില്ല. വ്യാപാരി സന്തോഷത്തോടെ വ്യാപാരവും തുടർന്നു.